നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യക്ക് ഇത് കഷ്ടകാലം തന്നെയാണ്. വിമാനത്തിൽ മൂത്രമൊഴിക്കൽ കേസിൽ എയർ ഇന്ത്യക്ക് 30 ലക്ഷം പിഴ. പൈലറ്റിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദാക്കുകയും ചെയ്തു. ന്യൂയോർക്കിൽ നിന്നും ദില്ലിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ വെച്ച് യാത്രക്കാരിയായ സ്ത്രീയുടെ ദേഹത്ത് സഹയാത്രികൻ മൂത്രമൊഴിച്ച സംഭവത്തിൽ എയർ ഇന്ത്യക്ക് 30 ലക്ഷം രൂപ പിഴ ചുമത്തി DGCA. ചട്ടലംഘനത്തിനും പരാതിയിൽ നടപടിയെടുക്കാൻ വൈകിയതിനുമാണ് പിഴ ചുമത്തിയത്. വിമാന സർവീസുകളുടെ ഡയറക്ടർ വസുധ ചന്ദ്രയ്ക്ക് 3 ലക്ഷം രൂപ പിഴ ചുമത്തി. കൂടാതെ വിമാനം നിയന്ത്രിച്ചിരുന്ന പൈലറ്റിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. നവംബർ 26-നാണ് ന്യൂയോർക്ക് ദില്ലി എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാരനായിരുന്ന ശങ്കർ മിശ്ര ബിസിനസ് ക്ലാസ്സിലെ സഹയാത്രികാരിയായ സ്ത്രീയുടെ മേൽ മൂത്രമൊഴിച്ചത്. സംഭവം പുറത്തറിഞ്ഞാൽ തന്റെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്നും പോലീസിൽ പരാതിപ്പെടരുതെന്നും ഇയാൾ ആ സ്ത്രീയോട് അപേക്ഷിച്ചിരുന്നു. എന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ സ്ത്രീ തീരുമാനിച്ചതോടെ സംഭവം പുറത്തറിയുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് എയർ ഇന്ത്യ യാത്രക്കാരിയുടെ പരാതി പോലീസിന് കൈമാറിയത്. പരാതി പോലീസിന് ലഭിച്ചതിന് പിന്നാലെ പ്രതി ഒളിവിൽ പോയി. ഒടുവിൽ ശ്രമകരമായ അന്വേഷണത്തിനൊടുവിൽ ബാംഗ്ലൂരുവിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ വിചിത്രവാദമാണ് പ്രതി ഉന്നയിച്ചത്. യാത്രക്കാരി സ്വയം സീറ്റിൽ മൂത്രമൊഴിച്ചതാണെന്നും നർത്തകിയായ അവർക്ക് മൂത്രാശയ സംബന്ധമായ അസുഖങ്ങളുണ്ടെന്നും 80% നർത്തകർക്കും സമാനമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നുമായിരുന്നു പ്രതിയുടെ വാദം. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിനിടെ ദില്ലി പട്യാല കോടതിയിലാണ് പ്രതി ശങ്കർ മിശ്ര ഇത്തരം വാദമുയർത്തിയത്. ബിസിനസ് ക്ലാസ്സിലേത് അടച്ച സീറ്റുകളായതിനാൽ യാത്രക്കാരുടെ അടുത്തേക്ക് പോയി മൂത്രമൊഴിച്ചു എന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നും പ്രതിവാദിച്ചിരുന്നു. എന്നാൽ ഇത് തള്ളിയ കോടതി ഉന്നത ബന്ധങ്ങളുള്ളതിനാൽ സാക്ഷികളെ സ്വാധീനിക്കാനിടയുണ്ട് എന്ന പോലീസ് വാദം കണക്കിലെടുത്ത് ശങ്കർ മിശ്രയ്ക്ക് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. പ്രതി ചെയ്ത പ്രവൃത്തി ഏതൊരു സ്ത്രീയുടെയും അഭിമാനത്തെ തകർക്കുന്ന തരത്തിലുള്ളതാണെന്നും കോടതി നിരീക്ഷിച്ചു. മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോമൾ ഗാർഗിന്റേതായിരുന്നു വിധി. ന്യൂയോർക്ക് ഡൽഹി വിമാനത്തിൽ വെച്ചാണ് മദ്യലഹരിയിൽ ശങ്കർ മിശ്ര 70 വയസ്സുള്ള സ്ത്രീയുടെ ദേഹത്തേക്ക് മൂത്രമൊഴിച്ചത്. എന്നാൽ സംഭവം നടന്ന 6 ആഴ്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഇയാളെ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടും അടിയന്തര നടപടി സ്വീകരിക്കാത്ത എയർ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. ഡൽഹിയിൽ വിമാനം ഇറങ്ങിയപ്പോൾ പോലും ഇയാളെ പിടിക്കാൻ അധികൃതർ ശ്രമിച്ചിരുന്നില്ല. ജനുവരി 4-ന് മാത്രമാണ് വിമാന കമ്പനികൾ പോലീസിൽ പരാതി നൽകിയത്. അറസ്റ്റിലായ മിശ്രയെ മജിസ്ട്രേറ്റിയൽ കോടതി 14 ദിവസത്തെ ജുഡീഷ്യൽ റിമാൻഡിലേക്ക് അയച്ചിരുന്നു. പരാതിക്ക് പിന്നാലെ എയർ ഇന്ത്യ ശങ്കർ മിശ്രയെ 30 ദിവസത്തേക്ക് വിമാനയാത്രയിൽ നിന്ന് വിലക്കി. സംഭവം കൈകാര്യം ചെയ്ത ജീവനക്കാരുടെ വിശദീകരണം തേടുകയും അന്വേഷണത്തിന് ആഭ്യന്തര സമിതിയെ നിയോഗിക്കുകയും ചെയ്തു. മോശമായോ അനുചിതമായോ പെരുമാറുന്ന യാത്രക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ എയർലൈൻ ജീവനക്കാർ പരാജയപ്പെട്ടാൽ കർശന നടപടിയെടുക്കുമെന്ന് ഏവിയേഷൻ റെഗുലേറ്ററായ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA മുന്നറിയിപ്പും നൽകി. ഇപ്പോൾ എയർ ഇന്ത്യക്ക് 30 ലക്ഷം പിഴ വിധിച്ചതിനു പുറമെ കോടതി പൈലറ്റിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.